തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിലെ ദേവിപട്ടണത്തിലേക്കാണ് ഇന്നത്തെ യാത്ര. രാമനാഥപുരത്തു നിന്ന് ഏകദേശം 15 കിലോമീറ്റർ അകലെയാണ് ദേവിപട്ടണം സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു പ്രാചീന തുറമുഖ നഗരമാണ്. ഒരു കാലത്ത് മുത്തുകളുടെയും പവിഴപ്പുറ്റുകളുടെയും വ്യാപാരം നടന്നിരുന്ന സ്ഥലമായിരുന്നു ഇത്. പരാശക്തി മഹിഷാസുരനെ വധിച്ച സ്ഥലമാണ് ഈ പ്രദേശമെന്നും അങ്ങനെയാണ് ഈ സ്ഥലത്തിന് ദേവിപട്ടണം എന്ന പേര് ലഭിച്ചത് എന്നും വിശ്വസിക്കപ്പെടുന്നു. ദക്ഷിണേന്ത്യയിലെ പ്രസിദ്ധമായ നവഗ്രഹ ക്ഷേത്രമാണ് ദേവിപട്ടണത്ത് സ്ഥിതി ചെയ്യുന്ന നവപാഷാണ ക്ഷേത്രം. സീതാദേവിയെ വീണ്ടെടുക്കുന്നതിനായി ലങ്കയിലേക്ക് പുറപ്പെട്ട ശ്രീരാമൻ ഇവിടെ നവഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ച് പൂജ ചെയ്തു എന്നാണ് വിശ്വാസം. ബംഗാൾ ഉൾക്കടലിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നവഗ്രഹ പ്രതിഷ്ഠ നടത്തിയ സ്ഥലത്തേക്ക് ഏകദേശം 90 മീറ്റർ കടലിലേക്ക് നടക്കണം. അതിനായി കെട്ടിയൊരുക്കിയ പാതയുണ്ട്. ജലനിരപ്പ് താഴ്ന്നിരിക്കുന്ന സമയത്ത് മാത്രമേ വിഗ്രഹങ്ങൾ കാണാൻ സാധിക്കുകയുള്ളൂ. വെള്ളത്തിൽ ഇറങ്ങി നിന്നാണ് ഇവിടെ പൂജ ചെയ്യുന്നത്. നവഗ്രഹപ്രീതിക്കായും പിതൃകർമ്മങ്ങൾക്കായും ധാരാളം വിശ്വാസികൾ ഇവിടെ എത്താറുണ്ട്. നവധാന്യങ്ങളാണ് പ്രധാന വഴിപാട്. കടൽ ഇവിടെ വളരെ ശാന്തമാണ്. ഇവിടെ നിന്ന് 67 കിലോമീറ്റർ അകലെയാണ് രാമേശ്വരം. ദേവിപട്ടണത്ത് നിന്ന് ഉത്തരകൊശമംഗയിലേക്ക് പോകുന്ന വഴിക്ക് വിശാലമായ ഉപ്പളങ്ങൾ കണ്ട് ഇവിടെ ഇറങ്ങിയതാണ്. തീരത്ത് ഒരുക്കിയിട്ടിരിക്കുന്ന പാടത്തേക്ക് കടൽവെള്ളം കയറ്റിവിട്ട് സൂര്യപ്രകാശത്തിൽ വറ്റിച്ചാണ് ഉപ്പ് ഉണ്ടാക്കുന്നത്. ഇവിടെ ഉണ്ടാക്കുന്ന ഉപ്പ് തൂത്തുക്കുടിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ നിന്നും ശുദ്ധീകരിച്ച ഉപ്പ് വിപണിയിലെത്തിക്കുന്നു. മഴവെള്ളം വീണാൽ ഉപ്പിന്റെ സ്വാഭാവിക നിറം മാറി കറുപ്പ് നിറമാകും. ഇത് ഉപയോഗശൂന്യമാകും. അതുകൊണ്ട് കൂട്ടിവച്ചിരിക്കുന്ന ഉപ്പിന്റെ മുകളിൽ കവർ ചെയ്തു വെക്കുന്നു. സാധാരണ ഫെബ്രുവരി മുതൽ സെപ്റ്റംബർ വരെയാണ് ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത്. രാമനാഥപുരത്ത് ഉപ്പിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുവാനായി സർക്കാർ 3000 ഏക്കറിൽ കൂടി ഉപ്പളങ്ങൾ വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന ഉപ്പ്
പൊതുവിതരണ സമ്പ്രദായം വഴി വിതരണം ചെയ്യാൻ സർക്കാർ തലത്തിൽ ശ്രമം നടക്കുന്നു.